Hello guys, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല ഗൈസ്, ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഒരു വീഡിയോ എൻ്റെ കൺമുമ്പിൽ പെട്ടത്. വേറെ ആരുടെ വീഡിയോ അല്ല ഗൈസ്, നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അൺബോക്സിംഗ് ഡ്യൂഡിനെ ഏകദേശം 3 മില്യൺ സബ്സ്ക്രൈബറോളം അടിച്ചിട്ടുണ്ട്. ഇപ്പം 3 മില്യൺ സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ ഏകദേശം 30 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻസ് ആയാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനലിനെ പറ്റി പറയുന്ന കുറേ വീഡിയോസൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഊളയാണ്, അദ്ദേഹം മറ്റേയാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു. അൺബോക്സിംഗ് ഡ്യൂഡ് ഊളയാണ്, മറ്റേടെ മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോസ് യൂട്യൂബിൽ വരുന്നത്, അല്ലെങ്കിൽ അൺബോക്സിംഗ് ഡ്യൂഡിന് എന്തുകൊണ്ടാണ് ഇത്രയും ഹേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഗൈസ്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തായാലും ഗൈസ് നേരെ വീഡിയോയിലേക്ക് പോവാം. മൂന്ന് വർഷം മുമ്പാണ് അൺബോക്സിംഗ് ഡ്യൂഡ് ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയത്. 3 വർഷം മുമ്പെന്ന് പറയുമ്പോൾ 2017 ഡിസംബർ 30 അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ ആദ്യത്തെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ യൂട്യൂബിൽ കയറി അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ ചാനൽ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ് ഗൈസ്. പിന്നെ പറയാനുള്ളതാണെങ്കിൽ ആദ്യം അൺബോക്സിംഗ് ഡ്യൂഡ് ചെയ്തുകൊണ്ടിരുന്ന ടെക് വീഡിയോസാണ്. അപ്പോൾ എനിക്ക് ടെക് വീഡിയോസ് കാണാൻ വേണ്ടി വലിയ ആഗ്രഹമാണ്. എനിക്ക് ടെക് വീഡിയോസിനോട് നല്ല ക്രേസാണ്. ഇപ്പോൾ ഒരു പുതിയ ഗാഡ്ജറ്റ് ഇറങ്ങുകയാണെങ്കിൽ ഞാനാണെങ്കിൽ ആദ്യം പോയി കാണുന്നതൊക്കെ അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ വീഡിയോസ് ആണെന്ന് തോന്നുന്നു. പക്ഷേ പുതിയ ഗാഡ്ജറ്റിനെ പറ്റിയിട്ടൊന്നും അല്ല അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ വീഡിയോസിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് നല്ല രസമായിരുന്നു ആദ്യമൊക്കെ അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഭാവിയിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ, കുറച്ച് വർഷം എന്ന് പറയുന്നത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ സിസ്റ്ററിനെയും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1 വർഷമൊന്നുമല്ല, വീഡിയോസിൻ്റെ ഇടയ്ക്ക് വെച്ചും അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ സിസ്റ്ററിനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്യൂഡി എന്നാണ് അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ സിസ്റ്ററിനെ ആ ഒരു വീഡിയോസിലൊക്കെ വിളിക്കുന്നത്. അപ്പം അങ്ങനെ വീഡിയോസ് വന്നുകൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം പ്രാങ്ക് വീഡിയോസ് വരുന്നുണ്ടായിരുന്നു. കുറേ അധികം പ്രാങ്ക് വീഡിയോസ് എന്നും പറഞ്ഞ് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ സിസ്റ്ററും കൂടെ. അപ്പോൾ അതിനൊക്കെ നല്ല രീതിക്ക് തന്നെ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. വെയിറ്റ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ ചാനൽ ഗ്രോ ആവാൻ വേണ്ടി ഒരു ഒറ്റ വീഡിയോ ആണ് അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ ചാനൽ ഗ്രോത്തിന് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ മൊബൈൽ സ്ക്രീൻ പൊട്ടിയാൽ നമുക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് കോൾഗേറ്റ് പേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പൊട്ടി എന്ന് പറയാനാണ്, നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ പൊട്ടിയത് നമുക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് തന്നെ കോൾഗേറ്റ് പേസ്റ്റ് ഉപയോഗിച്ച് മാറ്റാമെന്നൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന് ഏകദേശം 2 മില്യണോളം വ്യൂസ് അടിച്ചതിന് ശേഷമാണ് അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ വീഡിയോസിന് നല്ല രീതിക്ക് തന്നെ ഒരു റീച്ച് വരാൻ തുടങ്ങിയെന്നൊക്കെ നമുക്ക് പറയാം. അതിനുശേഷം ഗൈസ് കുറേ പ്രാങ്ക് വീഡിയോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രാങ്ക് വീഡിയോസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ആളുകൾക്ക് അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ അടുത്തൊരു ഇഷ്ടക്കേട് തോന്നിയത് നമുക്ക് പറയാം. ഇഷ്ടക്കേടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഗൈസ്, നല്ല രീതിക്ക് തന്നെ അൺബോക്സിംഗ് ഡ്യൂഡിന് ആ സമയത്ത് നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ഒരു 3 മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും എന്തോ രീതിയിൽ ആളുകൾക്ക് പ്രശ്നം വരും. പക്ഷേ ഗൈസ് വേറെ ഒന്നുമല്ല, ഒരു ഉപയോഗമില്ലാത്തൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭിപ്രായത്തിലേക്ക് തോന്നുന്നത്. വേറെ ഒന്നുമല്ല ഗൈസ്, കുറേ എന്ത് പറയാനാണ്, ഒരു പൂച്ചക്കുട്ടിയെ വെച്ച് വീഡിയോ ചെയ്യുന്നു. അപ്പം അതൊക്കെ ഒരു കണ്ടൻ്റ് ആണെന്നാണ് അൺബോക്സിംഗ് ഡ്യൂഡ് പറയുന്നത്. ശരിയാണ്, അത് ഒരു വീഡിയോ ക്രിയേറ്ററിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു കണ്ടൻറ്റ് തന്നെയാണ്. പക്ഷേ അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ അൺബോക്സിംഗ് ഡ്യൂഡ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ വാട്ട് ദ ഹെൽ ഈസ് കണ്ടൻറ്റ് എന്ന് നിങ്ങൾ ആദ്യമേ പഠിച്ചിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവരെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, കണ്ടൻറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഗൈസ്. നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, നിങ്ങളൊരു ടോപ്പിക്കിൻ്റെ ബേസിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു കണ്ടൻറ്റ് തന്നെയാണ് വീഡിയോ കാണുന്നവർക്ക്. അപ്പം അൺബോക്സിംഗ് ഡ്യൂഡ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു യൂട്യൂബിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് പോയി മനസ്സിലാക്കാൻ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു യൂട്യൂബിൻ്റെ അൽഗോരിതം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്
യൂട്യൂബ് വീഡിയോസ് കാണാൻ താല്പര്യം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് നമ്മുടെ യൂട്യൂബിൻ്റെ അൽഗോരിതം റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. ഇങ്ങനെ റെക്കമെൻഡേഷൻ വഴി തന്നെയാണ് നമ്മളുടെ വീഡിയോസിന് വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് വരുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ എടുത്തു നോക്കാം. എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമില്ലാത്തത് കാരണത്താൽ തന്നെയാണ് എൻ്റെ വീഡിയോസിൽ വ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല ഗൈസ്, നിങ്ങൾ അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. അൺബോക്സിംഗ് ഡ്യൂഡിന് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നു, അൺബോക്സിംഗ് ഡ്യൂഡിന് അതിനുള്ള വരുമാനവും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങൾ എത്ര കമൻറ്റ് അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി ഇട്ടാലും അൺബോക്സിംഗ് ഡ്യൂഡിന് ഒന്നും ഏൽക്കാനൊന്നും പോകുന്നില്ല. അൺബോക്സിംഗ് ഡ്യൂഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എതിരെ വീഡിയോ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ കുറ്റം പറയുന്നവർക്ക് എതിരെ കേസെടുക്കുമെന്ന് അൺബോക്സിംഗ് ഡ്യൂഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതിനൊന്നും പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാകണ്ട, അതാണ് ഏറ്റവും നല്ലത്. അൺബോക്സിംഗ് ഡ്യൂഡ് വീഡിയോ ചെയ്യുന്നു, അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അതാണ് എൻ്റെ ഒരു പോളിസി. എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ താല്പര്യമില്ലാത്ത ഒരാളെ നമുക്ക് നിർബന്ധിച്ച് ഒരിക്കലും കാണിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ മാത്രം തന്നെയാണ് ഈ ഒരു വീഡിയോ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങൾ കൂടുതൽ നിങ്ങൾ കമൻ്റ് ഒന്നും ചെയ്യാൻ വേണ്ടി പോകണ്ട. പിന്നെ ഒരു കമൻറ്റിങ് സെക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ആ ഒരു വീഡിയോയിലുള്ള ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ് അവിടെ ഒരു കമൻറ്റ് സെക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ നമുക്ക് അവിടെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ അവിടെ തന്തയ്ക്ക് വിളിക്കാനോ ഒന്നുമല്ല ഒരു കമൻറ്റ് സെക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കത് അനുഭവം ഉള്ളതാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്താൽ ഉടനെ തന്നെ നീ എന്തെന്ന് ഊളനാടാ, നീ അത് പൊട്ടയാടാ, മറ്റേടാ, മറിച്ചേടാന്ന് പറഞ്ഞ് കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്യുന്നത് എനിക്കറിയാം. അപ്പം ഞാനൊരു വീഡിയോ ക്രിയേറ്റർ ആണെന്നുള്ളൊരു നിലയ്ക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ കഷ്ടപ്പാടുണ്ട്. ആഴ്ചകളും മാസങ്ങളും എടുത്ത് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം കഷ്ടപ്പെട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളാണെങ്കിൽ ചുമ്മാ തെറി കമൻ്റ് ഒന്നും പോയി ഇടാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വേറെ അനാവശ്യമായിട്ടുള്ള കമൻസ് ഒന്നും ഒരു യൂട്യൂബേഴ്സിൻ്റെയും അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്നും പോയി ഇടാതിരിക്കുക. കഷ്ടപ്പെട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ അൺബോക്സിംഗ് വീഡിയോ തന്നെ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള കമൻസ് വരുന്നത് യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണവും അൺബോക്സിംഗ് ഡ്യൂഡ് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല ഗൈസ്, ഈ ഒരു വളർന്നു വരുന്ന യൂട്യൂബേഴ്സിന് ഇപ്പം പെട്ടെന്ന് വൈറലാവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീഡിയോസിനെ പറ്റി കുറ്റം പറഞ്ഞാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു 2000 അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് എങ്ങനെ ചാനൽ വളർത്തിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നൊരു മെത്തേഡ് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല, അത് ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് അവർ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത്. പക്ഷേ ഗൈസ്, നമുക്ക് ഒരു റൈറ്റ്സും ഇല്ല മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്കതറിയില്ല ഗൈസ്. അപ്പം എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കണ്ടൻറ്റ് മേക്കിംഗ് കിങ് ആരെന്നാണ് നമ്മളുടെ തമ്പനയിൽ. ഹൂ ഈസ് ദി കണ്ടൻറ്റ് മേക്കിംഗ് കിങ് എന്നാണ് നമ്മൾ തമ്പനയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഹൂ ഈസ് ദി കണ്ടൻറ്റ് മേക്കിംഗ് കിങ് എന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ല ഗൈസ്, നമ്മൾ ഓരോരുത്തരുമാണ്. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവരും കിങ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കുക. അല്ലാതെ ഒരിക്കലും നമ്മൾ എന്ന് പറയാനാണ്, എല്ലാ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലും കഷ്ടപ്പാടുണ്ട്. അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പെട്ടെന്നൊന്നും ഒരു കണ്ടൻറ്റ് കിട്ടി നമുക്ക് പെട്ടെന്നൊന്നും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ എല്ലാവരും കിങ്സ് തന്നെയാണ്, എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് പറയുന്നത്. ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ അടിച്ച് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷനിലോട്ട് എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്തായാലും ഗൈസ്, ഇനിയും നല്ലൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ വിത്ത് ഡ്യൂഡ് ആൻഡ് ബൈ.